ഒറ്റപ്പാലത്തിന് സമീപം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടി റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധം. സ്റ്റേഷൻ ഇല്ലാതായത് പാസഞ്ചർ യാത്രക്കാരെ ദുരിതത്തിലാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ യാത്രക്കാർ കുറവായതിനാൽ സ്റ്റേഷൻ ലാഭകരമല്ല എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 85 വർഷത്തെ പഴക്കമുള്ള പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ ജനുവരി 1 മുതലാണ് അടച്ചുപൂട്ടിയത്. പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുണ്ടായിരുന്ന പാലപ്പുറം സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഏജൻസികൾ തയ്യാറായിരുന്നില്ല. ഇക്കാരണം പറഞ്ഞാണ് റെയിൽവേ അധികൃതർ സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കണം. അതേമാതിരി സീസൺ ടിക്കറ്റ്, പിന്നെ ഒരു ദിവസം 45-50 ആളുണ്ടെങ്കിലും ഒരു 10-12 ആൾ മാത്രമാണ് ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് സീസൺ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാസം ഒരു 1500 രൂപയോളം കഷ്ടി ആണ് നമ്മുടെ വരുമാനമുള്ളത്. ഈ വരുമാനം കണക്കെടുത്തിട്ടാണ് ഇവിടെ ആരും അപേക്ഷ നൽകാത്തത്. ഒരു രാവിലെ 6:30 മണി മുതൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 6-7 മണി വരെ ഇവിടെ ജോലി ചെയ്യണം. ഒരാൾ ജോലി ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 1500 രൂപ കൊണ്ട് അവർക്ക് കാര്യം കഴിയില്ല. അതാണ് മെയിൻ പ്രശ്നം. പ്രതിദിനം 9 പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള പാലപ്പുറം സ്റ്റേഷനിൽ ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് എത്താറുള്ളത്. ഇവർക്കിനി ബസ്സിനെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ എന്നും ഈ ട്രെയിനിന് പോകുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് രാവിലെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിലനിന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ നന്നായിരുന്നു. സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തലാക്കിയ തീരുമാനം റെയിൽവേ പുനഃപരിശോധിക്കണമെന്ന് യാത്രക്കാരുടെ കൂട്ടായ്മയും സ്റ്റേഷൻ സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, പാലക്കാട്.